തൊഴിലാളികളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഓട് നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി കമ്പനികളാണ് അടച്ചുപൂട്ടിയത്. പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ചിലർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മണ്ണിന്റെ ലഭ്യതക്കുറവടക്കമുള്ള പ്രശ്നങ്ങൾ തിരിച്ചടിയാവുകയാണ്. ഒരു കാലത്ത് സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായങ്ങളിൽ ഒന്നായിരുന്നു ഓട് നിർമ്മാണം. 150 വർഷത്തിലേറെ പഴക്കമുള്ള മേഖലയിൽ തൃശൂർ മാത്രം കേന്ദ്രീകരിച്ച് ഒരു കാലത്ത് 400-ലധികം കമ്പനികളാണ് പ്രവർത്തിച്ചിരുന്നത്. കെട്ടിട നിർമ്മാണ രീതികളിൽ മാറ്റം വരികയും കോൺക്രീറ്റ് സമുച്ചയങ്ങളുടെ എണ്ണം പെരുകുകയും ചെയ്തതോടെയാണ് സംസ്ഥാനമൊട്ടാകെ ഈ വ്യവസായ മേഖല തിരിച്ചടി നേരിട്ടു തുടങ്ങിയത്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ലഭ്യതക്കുറവ് തന്നെയാണ് പ്രധാന പ്രശ്നമായിട്ട് ഇപ്പോൾ ഈ മേഖലയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നമുക്ക് തൊഴിലാളികളെ കിട്ടാനില്ല. ആദ്യം ഈ ഫാക്ടറിയിൽ 70-80 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് 30-ലേക്ക് ചുരുങ്ങിയത് ആ തൊഴിലാളികളുടെ എണ്ണം. അവരുടെ നമുക്ക് ഈ ഇലക്ഷൻ്റെ ഒരു ഇത് വന്ന കാരണം അവർ എല്ലാവരും അവരുടേതായ നാട്ടിലേക്ക് തിരിച്ചു പോയി. ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് നിൽക്കുകയാണ്. ഓട് നിർമ്മാണത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങിയതോടെ കളിമണ്ണ് കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാണ് ഈ മേഖലയിലുള്ളവർ പിടിച്ചു നിന്നത്. സെറാമിക് ടൈലുകൾ, വെന്റിലേഷനുകൾ, അലങ്കാര ഓടുകൾ തുടങ്ങിയവയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ഇതര സംസ്ഥാനങ്ങളിലടക്കം ഇവർക്ക് വിപണി കണ്ടെത്താനായി. എന്നാൽ പ്രധാന അസംസ്കൃത വസ്തുവായ മണ്ണിന്റെ ലഭ്യത കുറഞ്ഞു. ഇതിനൊപ്പം നിരവധി തടസ്സങ്ങളും ഓട് നിർമ്മാണ വ്യവസായത്തെ ബാധിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ല ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് കളിമണ്ണ് വരുന്നുണ്ട്. പക്ഷേ ഇത് അനുയോജ്യമായ കളിമണ്ണല്ലാത്തതുകൊണ്ട് നമുക്ക് പഴയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ആ ഫിനിഷ് പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള വളരെയധികം കുറവ് വന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള റോ മെറ്റീരിയൽസിൻ്റെ, അതായത് കളിമണ്ണായാലും ഇതിൻ്റെ സോഡസ്റ്റ്, അതായത് അറക്കപ്പൊടി, വിറക്, ഇതിൻ്റെയൊക്കെ വില വളരെയധികം വർദ്ധിച്ചെങ്കിലും പക്ഷെ നമ്മുടെ ഉൽപ്പന്നത്തിന് നാമമായത്ര വില വർധനമാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. മലയാളികളായ വിദഗ്ധ തൊഴിലാളികൾക്ക് പുറമെ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെയും ആശ്രയിച്ചാണ് ഓട് നിർമ്മാണ കമ്പനികൾ മുന്നോട്ടു പോകുന്നത്. എന്നാൽ അടുത്ത കാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് ലഭിക്കാതായതോടെ കമ്പനികളുടെ പ്രവർത്തനം തീർത്തും പ്രതിസന്ധിയിലായി. ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ മേഖല കൂടിയായ വ്യവസായത്തെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യങ്ങൾ ഉയരുന്നത്. സർക്കാർ തലത്തിൽ നിരവധി പരാതികൾ നൽകിയെങ്കിലും വിഷയത്തിൽ അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.